ഓക്കെ. കഴിഞ്ഞ ദിവസം മൊഡ്യൂൾ ടെസ്റ്റ് എങ്ങനെ എഴുതി? 12 പേര് മാത്രമേ ET ലാബിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇത്രയും പേർക്കും എന്തായിരുന്നു ബുദ്ധിമുട്ട് അപ്ലോഡ് ചെയ്യാൻ ET ലാബിൽ? എന്താ നിങ്ങൾ ടൈം കഴിഞ്ഞിട്ടാണോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചത്? എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഇത്രയും പേർക്കും അങ്ങനെ ബുദ്ധിമുട്ട് അറ്റ് എ ടൈം വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പറയൂ, എന്തായിരുന്നു ബുദ്ധിമുട്ട് എന്ന്. എനിക്ക് കോളേജിലേക്ക് വയനാട്ടിലേക്ക് പോകണമായിരുന്നു. റേഞ്ച് കുറവാണ്. ഓക്കെ, നെറ്റ് സ്ലോ. അപ്പോൾ നെറ്റ് സ്ലോ ആയാൽ ET ലാബിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ് കമ്മിറ്റികളിൽ അത് പറയണം കേട്ടോ. കാരണം ക്ലാസ് കമ്മിറ്റികളിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് അറിയില്ല. കാരണം അപ്പോൾ ഞങ്ങളോട് പറയുന്നത് ടെസ്റ്റുകളെല്ലാം ET ലാബിൽ കണ്ടക്ട് ചെയ്യണം എന്നാണ്. എന്നുവെച്ചാൽ ET ലാബിൽ കണ്ടക്ട് ചെയ്താലാണ് ഫുൾ റെക്കോർഡ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ അത് എടുക്കുമ്പോൾ അത് കുറെ കൂടെ സിസ്റ്റമാറ്റിക് വേയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്കുള്ള ഇഷ്യൂസ് എന്ന് വെച്ചാൽ ക്ലാസ് ടോപ്പിക്സ് മാത്രമല്ല, റിലേറ്റഡ് ഇഷ്യൂസ്, ഇപ്പോൾ എന്തെങ്കിലും ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ അവിടുത്തെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന അതൊക്കെ ക്ലാസ് കമ്മിറ്റികളിൽ പറയണം. അപ്പോൾ എക്സാം നടത്തുമ്പോൾ ET ലാബിൽ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നെക്സ്റ്റ് ക്ലാസ് കമ്മിറ്റിയിൽ പറയണം. ഇപ്പോൾ തന്നെ അത് നിങ്ങളുടെ സ്റ്റാഫ് അഡ്വൈസറെ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ. കാരണം ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ET ലാബിൽ അപ്ലോഡ് ചെയ്യുന്നില്ല? മിക്കവാറും പേർക്ക് പറ്റുന്നുണ്ട് എന്നൊരു ധാരണ തന്നെയാണ്. അപ്പോൾ എല്ലാവരും അത് അപ്ലോഡ് ചെയ്യണം, അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡയറക്ഷൻ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനേ ഇത് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ. അതുമല്ല, ഓക്കെ മെയിൽ അയച്ചത് ഓക്കെ, വാട്സാപ്പിലൊന്നും ഇങ്ങനെ ഇതെടുത്ത് സ്കാൻ ചെയ്തിട്ട് ഞാനിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്കിത് വാല്യൂ ചെയ്യണം. അപ്പം ഞാൻ എന്തൊക്കെ നോക്കും? വാട്സാപ്പിൽ നോക്കണം, നെറ്റിൽ നോക്കണം. എൻ്റെ ആണെങ്കിൽ ഇമെയിലിലൊക്കെ അല്ല, മെയിലിൽ നോക്കണം. ഇമെയിലിലൊക്കെ ഫുൾ ഇതുപോലെ അയക്കുന്ന മെസ്സേജസ് ഫില്ലായി ഇതിനകത്ത് നിന്ന് എൻ്റെ ഒഫീഷ്യൽ മെസ്സേജസ് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുദ്ധിമുട്ടാണ്. ഇനി വേറെ ഒന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക്, കാരണം ഈ 12 പേരൊന്നുമില്ല, കഴിഞ്ഞ തവണയും ഒക്കെ കഴിഞ്ഞ സെമിസ്റ്ററിലും ഒക്കെ ഇത് ചെയ്യുമ്പോൾ അത് ഇതിനേക്കാൾ, ഇത് ഈവൻ ഒരു 1 പേജ് or 2 pages അല്ലേ ഉള്ളൂ ആൻസർ ഷീറ്റ്. കഴിഞ്ഞ തവണയൊക്കെ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പേജസ് ഉള്ള മെറ്റീരിയൽ ഓൾമോസ്റ്റ് 40 സ്റ്റുഡൻസ് വരെ മാക്സിമം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോബ്ലം ഇല്ല. ഇതിപ്പോൾ 12 പേർക്കാവുമ്പോഴേക്ക് പ്രോബ്ലം വന്നു എന്ന് പറയുന്നത് എനിക്ക് അത്ര കൺവിൻസിങ് ആയി തോന്നുന്നില്ല. അതുകൊണ്ടാണ് ആ 12 ET ലാബിൽ അപ്ലോഡ് ചെയ്ത 12 പേരുടെ ഞാൻ വാല്യൂ ചെയ്തു. അതിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് എനിക്ക് തോന്നിയത് വെച്ചിട്ടാണ് ഞാൻ KMAP ഓൾമോസ്റ്റ് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ്, എന്നാലും കുറച്ചുകൂടി ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ അന്ന് ഞാൻ എക്സാമിന് തന്ന തേർഡ് പ്രോബ്ലം ഓഫ് കോഴ്സ് നവീനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. റോൾ നമ്പർ 30 നന്നായി ചെയ്തിട്ടുണ്ട്, 35 ഒക്കെ നന്നായി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ല എക്സാം. അപ്പോൾ ഞാൻ അന്ന് തന്ന തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? അതൊന്നുകൂടെ പറയൂ അക്ഷയ്, പറയാനുള്ളത്. അക്ഷയ് എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ അക്ഷയ്, എന്തെങ്കിലും പറയാനുണ്ടോ അക്ഷയ്? അപ്പോ ഞാൻ അന്ന് തന്ന ആ തേർഡ് പ്രോബ്ലം ഇല്ലേ, അതൊന്നുകൂടി എല്ലാവരും ഇപ്പോൾ ഒന്ന് ചെയ്തിട്ട് എനിക്ക് ആൻസർ. കാരണം അതിനകത്ത് ചില ചെറിയ ചെറിയ മിസ്റ്റേക്സ്, പെർഫെക്റ്റ് ആയി ചെയ്ത അറിവില്ല, അപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അതുകൊണ്ട് ആ പ്രോബ്ലം ഒന്നുകൂടി ചെയ്യൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വേണോ, അതോ നിങ്ങളുടെ കയ്യിലുണ്ടോ? അക്ഷയ്, could you please mute your mic? അക്ഷയ് ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ട് എവിടെയോ പോയിരിക്കുകയാണ്. അക്ഷയ് സ്റ്റീഫൻ, ഒന്ന് മൈക്ക് മ്യൂട്ട് ആക്കൂ.
അപ്പോൾ അന്ന് ഞാൻ ചെയ്ത പ്രോബ്ലം അത് അന്ന് അല്ല, എക്സാമിന്റെ തേർഡ് പ്രോബ്ലം എല്ലാവരുടെയും കയ്യിലുണ്ടോ? അതൊന്ന് ഒന്നുകൂടി ഒന്ന് കെ മാപ്പ് പ്ലോട്ട് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല, ഇപ്പൊ ഇല്ലെങ്കിൽ അതൊന്ന് പറയൂ. ഉണ്ട്, ഓക്കെ. അപ്പൊ അതൊന്ന് കെ മാപ്പ് പ്ലോട്ട് ചെയ്യട്ടാ. കെ മാപ്പിൽ പ്ലോട്ട് ചെയ്യുന്നിട്ട് ഗ്രൂപ്പ് ചെയ്ത് അന്നത്തെ ആ തേർഡ് ക്വസ്റ്റ്യൻ കെ മാപ്പ് പ്ലോട്ട് ചെയ്ത് ഒന്ന് ഗ്രൂപ്പ് ചെയ്യൂ. അന്ന് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ചെയ്ത ആ പേപ്പർ അത് കയ്യിലുണ്ടോ? അത് മതി. കുറച്ചൊന്ന് വേഗം ആവട്ടെ, കാരണം ഇന്ന് പ്രസന്റേഷൻ ഉണ്ടല്ലോ. നമ്മുടെ അജീബിന്റെ പ്രസന്റേഷൻ ഉണ്ട്. ഇല്ലേ ഇന്ന് പ്രസന്റേഷന്റെ ആളുകളൊന്നും? നമ്പർ 12 അരീബ് ഉസ്മാൻ കാണാനില്ലല്ലോ ഇവിടെ. ആ, അജീബ് അരീബ് അല്ല, അരീബ് ഉസ്മാനെ കാണാനില്ല. പിന്നെ ആരാ? ധ്യാൻ, ധ്യാനെ കാണാനില്ല. ജിതിൻ കെയോ? അടിപൊളി. ജിതിൻ കെയെ കാണാനില്ല. നവാഫോ? നവാഫിനെ കാണാനില്ല. റിഷാദും ഇല്ല. വെരി ഗുഡ്. അപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞവരെ ഒന്നും ഇന്ന് ക്ലാസ്സിലില്ല. അല്ല, പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളോട് നിങ്ങൾക്കും ബാധകമാണ്. കാരണം ഇനിയത്തെ ക്ലാസ്സിൽ എല്ലാവരോടും ഞാൻ പ്രസന്റ് ചെയ്യാൻ. മുഹമ്മദ് റിഷാദ് ഞാനുണ്ട്. ഓക്കെ, മുഹമ്മദ് റിഷാദിനെ ഞാൻ കണ്ടില്ലായിരുന്നു. റിഷാദ് ഇന്ന് പ്രസന്റ് ചെയ്യാലോ അല്ലെ? റിഷാദിന്റെ പോർഷൻ എന്തായിരുന്നു? ആസ്കി. റിഷാദ് റിഷാദ് പറയൂ, ഇന്ന് പ്രസന്റ് ചെയ്യാലോ റിഷാദിന്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഉടനെ ആൽഫാന്യൂമറിക്. ഓക്കെ, ഇത് കഴിഞ്ഞ ഈ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ റിഷാദിന്റെ പ്രസന്റേഷൻ. ഓക്കെ, അപ്പൊ പ്ലോട്ട് ചെയ്തോ എല്ലാവരും? പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ നോക്കൂ നോക്കൂ, ഇതായിരുന്നു അല്ലേ? ഇങ്ങനെയല്ലേ പ്ലോട്ട് കിട്ടിയത്? ആണോ? ഇങ്ങനെയാണോ? അപ്പൊ നോക്കൂ, ഈ ആദ്യത്തെ 2 കോളംസ് ഫുൾ വൺസ് ആണ്. ആ വൺസിനെ മുഴുവൻ ഗ്രൂപ്പ് ചെയ്തൂടെ? ആ വൺസിനെ മുഴുവൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ആ വൺസിനെ മുഴുവൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ ആ ഗ്രൂപ്പിന്റെ ലേബൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ അഡ്രസ് എന്തായിരിക്കും? ഇവിടെ AB, ഇവിടെ CD എടുത്താൽ ഇപ്പോൾ ഈ സൈഡിലെ റോ അഡ്രസ്, കാരണം ഇതിന് A ബാർ B ബാർ A ബാർ B AB AB ബാർ. അപ്പോൾ എയും ബിയും മുഴുവൻ വേരി ചെയ്യുന്നുണ്ട്, അതല്ല. പിന്നെ കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ ഏതാ? ഇത് C ബാർ D ബാറും C ബാർ Dയും. സോ ഈ ഒക്ടറ്റ് ഫോം ചെയ്യുന്നത് അധികം ആരും ചെയ്തിട്ടേ ഇല്ല. ഒക്ടറ്റ് ഫോർമേഷൻ ആകെ നവീൻ മാത്രമാണ് ചെയ്തതെന്ന് തോന്നുന്നു. നവീൻ ആൻഡ് 30 and 35. ഇത് ഒക്ടറ്റ് ഫോം ചെയ്താൽ അതിന്റെ ലേബൽ എന്ന് പറയുന്നത് C ബാർ. 3 വേരിയബിൾസ് കുറഞ്ഞു കിട്ടും. C ബാർ ഒക്ടറ്റ്. പിന്നെയുള്ളത് ഈ 3 വൺസ് ആണ്. ഈ 3 വൺസ് ഗ്രൂപ്പ് ചെയ്യാൻ ഈ 2 വണ്ണും ഇവിടുത്തെ ഈ 2 വണ്ണും ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ദാറ്റ് വിൽ ഫോം a quad. ഓക്കെ, ഇങ്ങനെ ക്വാഡ് ആവുമ്പോൾ 2 വേരിയബിൾസ് പോയി കിട്ടും. 2 വേരിയബിൾസ് പോയി കിട്ടിയ ബാക്കി എന്ത് വരും? ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഇവിടെ വരുന്നത് A, ഇവിടെ വരുന്നത് ഇത് 0 0, ഇത് 1ന്റെ പൊസിഷൻ അല്ലേ? ദാറ്റ് ഈസ് A ബാർ B, ഇത് AB. സോ
ഈ ഇങ്ങനെയുള്ള ക്വാഡ് ഫോം ചെയ്താൽ ആ ക്വാഡിന്റെ അഡ്രസ്സ് BD ബാർ. ഇനി ഈ ഒരു 1 ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി, ബിക്കോസ് ആ 1 നമ്മളിപ്പോ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ എലിമെന്റ് ഉൾപ്പെടുന്ന മാക്സിമം ഫോം ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പിംഗ് ആണ് നോക്കുന്നത്. ഈ എലിമെന്റിനെ കൂടെ ഉൾപ്പെടുത്തുന്ന മാക്സിമം പോസിബിൾ ഗ്രൂപ്പിംഗ്. അപ്പോൾ ദാ വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു ക്വാഡ് ഫോം ചെയ്യാം. ഇത് ഈ രണ്ട് വൺസ് ഇങ്ങനെ ഒന്ന് ഫോം ചെയ്യാം. അതിന്റെ ലേബൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഇത് ഈ റോയിന്റെ അഡ്രസ് AB, ഈ റോയിന്റെ അഡ്രസ് AB ബാർ. ഓക്കെ, ഈ കോളത്തിന്റെ അഡ്രസ് C ബാർ D ബാർ, ഈ കോളത്തിന്റെ അഡ്രസ് CD ബാർ. സോ ഈ ക്വാഡ് പെയറിംഗിന്റെ, ഈ ക്വാഡ് ഗ്രൂപ്പിംഗിന്റെ ലേബൽ എന്ന് പറയുന്നത് AD ബാർ. അപ്പോ ഓൾ ടുഗദർ എക്സ്പ്രഷൻ എന്താവും? C ബാർ. ഓൾ ടുഗദർ എക്സ്പ്രഷൻ ഈസ് എന്തായിരിക്കും എക്സ്പ്രഷൻ? എക്സ്പ്രഷൻ ഒന്ന് എഴുതൂ. ഈ ഗ്രൂപ്പിംഗ് കഴിഞ്ഞല്ലോ. ഈ ഗ്രൂപ്പിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് എക്സ്പ്രഷൻ എഴുതി ചാറ്റ് ബോക്സിലേക്ക് എക്സ്പ്രഷൻ എഴുതിയിടൂ. ഗ്രൂപ്പിംഗ് മനസ്സിലായോ? ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് പിന്നെ 2 ക്വാഡ്സ് ഇങ്ങനെ ഇത്, എന്നിട്ട് ഈ ഗ്രൂപ്പിംഗ് ലേബൽ ചെയ്ത് ചാറ്റ് ബോക്സിലേക്ക് എടുത്തിടൂ. എല്ലാവരും ഗ്രൂപ്പ് ലേബലിംഗ് നടത്തി ചാറ്റ് ബോക്സിലേക്ക് ആ എക്സ്പ്രഷൻ എഴുതിയിടൂ. വേഗം വേഗം. ആരുടെയും ചാറ്റ് കാണുന്നില്ല. ഗ്രൂപ്പിംഗ് നടത്തിയില്ലേ? എക്സ്പ്രഷൻ എഴുതൂ. ഓക്കെ, C+AD ബാർ BD ബാർ. ഓക്കെ ഓക്കെ, എല്ലാവരും എഴുതൂ. ഇപ്പൊ 2 ഞാൻ കണ്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ 4. ബാക്കിയുള്ളവരും എല്ലാവരും എഴുതണം. ഓൾമോസ്റ്റ് 35 ഉണ്ട്. ഇപ്പൊ ഒരു 12 ഒക്കെ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെന്താ ചെയ്യണില്ലേ? ഞാൻ പേര് വിളിക്കണോ? ചാറ്റ് ബോക്സ് നോക്കി എല്ലാവരും എഴുതൂ. ചെയ്തിട്ട് എഴുതണം കേട്ടോ, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എഴുതാൻ പറയുന്നത്. അപ്പൊ എക്സ്പ്രഷൻ വെറുതെ ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് നോക്കണം. എന്നിട്ട് ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എക്സ്പ്രഷൻ എഴുതുക. മനസ്സിലാകാത്തവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, ചാറ്റ് ചെയ്യാം, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, ഒന്നുകൂടി എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളവർ ഞാൻ ഒന്നുകൂടി പറയാം. Anybody who wants further explanation, please chat. Okay, so I think it's clear. Now we'll go for Muhammad Rishad's presentation, and after that we'll go for other presentation also. Appo Rishad, I'm handing over to you. Present ചെയ്തോളൂ. ഓക്കെ മിസ്. Okay. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് റിഷാദ്. ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ആൽഫ ന്യൂമറിക് കോഡ്സ് ASCII അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റാണി മിസ്സിന്റെ ക്ലാസ് കേട്ടതുകൊണ്ട് എല്ലാവർക്കും ഇത് ഈ പോർഷൻസ് ഒക്കെ വെള്ളമായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഞാനിപ്പോ മിസ്സിന്റെ ക്ലാസ് കേട്ടിട്ട് എനിക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് മാത്രം ഞാൻ പ്രസന്റ് ചെയ്യാൻ പോവാണ്. റിഷാദ്, ഞാൻ ASCII പഠിപ്പിച്ചിട്ടില്ലേട്ടാ. ജസ്റ്റ് ഇതായിട്ടില്ലേ ഈ കോഡ്സ് എന്തെന്ന്? ASCII എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ്. അതിന് നമ്മൾ കോളേജിൽ ASCII എന്ന് വിളിക്കും. മോസ്റ്റ് ആൽഫ ന്യൂമറിക് കോഡാണ് ASCII. It's universally accepted alphanumeric code. It's worldwide used. ASCII code is a 7-bit code. It contains 2⁷. That's equal to 128 symbol to represent the information. Alphanumeric codes എന്ന് പറഞ്ഞാൽ it contains 26 alphabet with capital and small letter. ഇനി capital letter A to Z ഇനി നമ്മൾ
65 to 90 ആണ് ഇത് നമ്പേഴ്സ് കൊടുക്കല്. പിന്നെ നമ്പർ എന്ന് പറഞ്ഞാൽ 0 to 9, പങ്ക്ച്വേഷൻ മാർക്ക് ആൻഡ് ഓതർ സിമ്പിൾസ്. പിന്നെ ഹൗ ടു കൺവേർട്ട് ഡെസിമൽ ടു ബൈനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അത് നമ്മൾ ചെയ്യല് ഈ മിസ്സേ ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്ന അല്ല അല്ല പിന്നെ റിഷാദ്, ഇത് ഹൗ ടു കൺവേർട്ട് ബൈനറി ടു ഡെസിമൽ ടു ബൈനറി അത് വേണമെന്നില്ല കേട്ടാ. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പിന്നെ ഈ ആസ്കി കോഡ് ഇപ്പൊ അത് പറഞ്ഞല്ലോ. ബാക്കി എന്താണ് പിന്നെ നമ്പേഴ്സിന്, അപ്പൊ നമ്പേഴ്സിന് ഇപ്പൊ 0ക്ക് കറസ്പോണ്ടിങ് എന്താ ആസ്കി കോഡ്, എക്ക് കറസ്പോണ്ടിങ് എന്താ ആസ്കി കോഡ്, അങ്ങനത്തെ അത് എഴുതിയിട്ടുണ്ടാ? ആ ഫുൾ കോഡ് സെറ്റ് എ ടു സെഡ് വരെ 65 to 90 വരെയാണ് എഴുതേണ്ടത് പറഞ്ഞല്ലോ ഞാൻ. അല്ല അത് പറഞ്ഞു, പക്ഷെ ആക്ച്വൽ ആസ്കി കോഡ് എന്താന്ന് പറഞ്ഞില്ല, നോക്കിയിട്ടില്ല. ഞാൻ അതും കൂടെ ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ പറഞ്ഞില്ലേ ആസ്കിയില് 128 കോഡ്സ് ഉണ്ട് എന്ന്. അതില് ഇതാണ്, അതില് എന്താ, അതില് 65 to എത്രയുമാണ് A to Z നും 90 വരെ. നമ്പേഴ്സിന് ഇത്രയുമുണ്ട്. പങ്ക്ച്വേഷൻ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ഒരു എന്ന് വെച്ചാൽ എ എന്നുള്ള സിമ്പിൾ ആൽഫ ന്യൂമറിക്കിൽ നമ്മൾ എന്ത് കോഡ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യും, അങ്ങനത്തെ ഒരു ഇതും കൂടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നലെ അതാണ് ടൈപ്പ് ചെയ്ത്. അങ്ങനത്തെ ഇല്ല, അങ്ങനത്തെ ഇല്ല. അത് അല്ല, മീൻസ് ആസ്കി കോഡിന്റെ ബുക്സ്, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആ കോഡ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിള് പോലെ. ഞാൻ പിന്നെ അത് ടാബ്ലറ്റ് ഇതാക്കാനായിരുന്നു, ഒരു റിസ്ക് ആയതുകൊണ്ട് ടൈപ്പ് ചെയ്യേണ്ട. അത് വല്ല PDF എടുത്തിട്ട് സ്നാപ്ഷോട്ട് എടുത്തിട്ടാ പോരായിരുന്ന? ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, അത്ര വലുതാ. അങ്ങനെ അതും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അത് പിന്നെ എന്നാ ആസ്കിയുടെ എന്താണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അതും കൂടെ പറയും. അത് ഇതാക്കിയിട്ടില്ല, മിസ് ചെയ്തിട്ടില്ല. എന്താ ചെയ്യാത്തെ? ഓക്കെ, ഇത് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇത് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ അന്ന് മിസ്സിനെ അയച്ചു തന്നില്ല, പിന്നെ സേവ് ആക്കി, പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ എഡിറ്റ് ചെയ്യാത്തെ? ഒന്നുമില്ല, ചെറിയ റിഷാദ് ഇപ്പോ ഓക്കെ, ഇത്രയും ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എനിവേ ഇന്ന് ക്ലാസ്സിൽ വന്നു, ഇത്രയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അത്രയെങ്കിലും ചെയ്തുകൊണ്ട് ഇറ്റ്സ് അപ്രീഷ്യബിൾ. ഓക്കെ, പക്ഷേ ഫുൾ ആയി. ഓക്കെ, ബാക്കി റിഷാദിന്റെ കൂടെ ഉണ്ടായിരുന്നത് അരീബ് ഉസ്മാൻ ഇല്ലാന്ന് തോന്നുന്നു ക്ലാസ്സിൽ. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞതിൽ ആരെങ്കിലും ഉണ്ടോ? അരീബ് ഉസ്മാൻ, ധ്യാൻ, ജിതിൻ, വിഷ്ണു KV, നവാഫ്, ആരെങ്കിലും? വേറെ ആരുമില്ല. അതൊരു ശരിയായ രീതിയല്ല കേട്ടോ. റിഷാദ് കുറച്ചുകൂടെ നന്നായി പ്രസന്റ് ചെയ്യും. എന്നാലും റിഷാദ് വന്നു, അറ്റ്ലീസ്റ്റ് പറഞ്ഞു. ആ ഒരു ആറ്റിറ്റ്യൂഡെങ്കിലും വേണം. കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം സമ്മതിച്ചതാണ്, ഞാൻ നിങ്ങളോട് എടുക്കാം. ബാക്കിയുള്ളവരോട് ഒന്ന് അത് കൺവേ ചെയ്യണേ. ഇപ്പൊ ക്ലാസ്സിലുള്ളവർ അവര് സമ്മതിച്ചതാണ് ഞങ്ങൾ എടുക്കാം. എന്നിട്ടൊരു വാക്ക് പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് മുങ്ങുക, അത് ശരിയായ രീതിയല്ല. എന്നാ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റൂല എന്ന് പറയണമായിരുന്നു. ഒരു ഒപ്പീനിയൻ പറയാനുള്ള ഒരു ഗട്ട്സ് വേണ്ടേ? പറഞ്ഞിട്ട് എസ്കേപ്പ് എന്ന് പറഞ്ഞ പോലെ അത് ശരിയാവില്ല എന്ന് ഇപ്പോ ആ ക്ലാസ് ബാക്കിയുള്ളവർ ഇവിടെ ഇല്ല. അപ്പൊ ഈ ക്ലാസ്സിലുള്ള അവര് ഒന്ന് പറഞ്ഞേക്കണേ. എവിടെ റപ്പില്ലേ? അനന്തുവും ഇല്ലേ? അനന്തു ഒന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണേ. ഇന്ന് ക്ലാസ്സിൽ വരാതിരുന്നത് വളരെ മോശമായി പോയി എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഇത് എടുക്കാൻ പറ്റുമോ എന്നാണ് അവരോട് ചോദിച്ചത്. അപ്പൊ അവർ പറ്റും, എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് എടുക്കാൻ സമ്മതിച്ചത്. ഡിഫിക്കൽട്ടി ഒന്നും അപ്പൊ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് എസ്കേപ്പ് ആയത് ശരിയായില്ല എന്നൊന്ന് പറയണം കേട്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇത് നിങ്ങൾ ചെയ്തു. ഇനി ഡോൺ കെയർ വെച്ചിട്ടുള്ള ഒരു 2 പ്രോബ്ലംസും കൂടെ ഞാൻ ചെയ്യാം. കാരണം ഇത് നല്ല ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ഇനി ഡിസൈൻ ആസ്പെക്റ്റിലൊക്കെ ഈ സിംപ്ലിഫിക്കേഷൻ വേണം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ആൻസറിങ്ങും ഇത് കണ്ടപ്പോൾ തോന്നി 1-2 പ്രോബ്ലംസും കൂടെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ. ഓക്കെ, ഇനി നിങ്ങൾ ഈ 2 പ്രോബ്ലംസും കൂടെ ചെയ്യണേ. ഇതൊന്ന് ചെയ്യൂ. ഫസ്റ്റ് പ്രോബ്ലം ആദ്യം എഴുതിയെടുക്കൂ. Z of ABCD is equal to
sigma 0, 1, 2, 5, 7, 9, 10 z is equal to sigma 0, 1, 2, 5, 7, 9, 10 plus d, that is don't care, 3, 8, 15. ഇതൊന്ന് പ്ലോട്ട് ചെയ്യൂ. ഫസ്റ്റ് പ്രോബ്ലം എന്നിട്ട് പിന്നെ സെക്കൻഡ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എ. Zero, 1, 2, 5, 7, 9, 10 plus D 3, 8, 1, 5. ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് ചെയ്യൂ. പ്ലോട്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് പിന്നെ ഗ്രൂപ്പ് ലേബൽ ചെയ്ത് എക്സ്പ്രഷൻ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞവര് ഒന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ ഇടൂ. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞവർ ആർക്കും ആൻസർ കിട്ടിയില്ല ഇതുവരെ? നോക്കട്ടെ. ആകെ എനിക്ക് 3 ആൻസേഴ്സേ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ. 3 പേര്. ബാക്കിയുള്ളവരും കൂടെ വേഗം. ഓക്കെ, 4 ആൻസേഴ്സേ കിട്ടിയുള്ളൂ. Okay, we'll take attendance for the time being. Number 1. Okay. ആൻസർ ടൈപ്പ് ചെയ്ത് തുടങ്ങി ചാറ്റ് ബോക്സിൽ ഇടൂ. അപ്പോഴേക്കും നമുക്ക് അഭിഷേക് ബി, നമ്പർ 1 ആബ്സെന്റ്, റോൾ നമ്പർ 1 ആബ്സെന്റ്, റോൾ നമ്പർ 2 പറഞ്ഞോളൂ വേഗം. ബാക്കി 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇല്ല. 13, 15, 16, 17,
18. 19. 20 ഇല്ല. 21. 21. ഫർഹ. 22. Okay. 24. 24. 25. 26. മുഹമ്മദ് റിഷ. Okay. 27. ഷമീൽ. 29. 29. 30. 31. 30 കേട്ടു നവി. 31. 32. 32. 33. 34. 34. Rashid. Okay. 35. 36. 37. 38. അല്ല 39. 39. 40. 41. 42. 43. 44. 45. 46 ഇല്ല. 47. 47. 48. വൃന്ദ കേട്ടു. 48. ഓക്കെ. 48 ഓൾസോ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് പേര് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, വൺ സെക്കൻഡ് ഐ എക്സ്പ്ലെയിൻ. എന്താ? 29. എവിടെ പോയിരുന്നു വിളിച്ചപ്പോ? ഓക്കെ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ തന്നെയല്ലേ പ്ലോട്ട് ചെയ്തപ്പോ കിട്ടിയേ? 1 1 ഇവിടെ 0 1 2 ഇത് 2 5 7. സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്ന കാണുന്നില്ല കേട്ടോ. ആണോ? അയ്യോ. ഓക്കെ. ആ. ഞാൻ ഒന്നുകൂടെ ചെയ്യാം. ഇപ്പൊ കണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് 0 1 2 3 4 5 6 7 9 10. ഇത്രയുമാണ് മെയിൻ പ്രൈം ഇംപ്ലിക്കൻസ് എന്ന് പറയുന്നത്. ഡോണ്ട് കെയർസ് 3 കഴിഞ്ഞ് പിന്നെ 8 15 ഇത്രയുമാണ് ഡോണ്ട് കെയർസ്. ഓക്കെ, പ്ലോട്ടിംഗ് കറക്റ്റ് തന്നെയല്ലേ? ഇനി ഗ്രൂപ്പിംഗിൽ നമ്മൾ നോക്കുന്നത് മാക്സിമം ഡോണ്ട് കെയർസ് ഗ്രൂപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ മാത്രം അത് നോക്കി. നമ്മളപ്പോൾ വൺസിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് വൺസ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു പോസിബിൾ കോമ്പിനേഷൻ പോസിബിൾ ആണ്. ഇവിടെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് പോസിബിൾ ആണ് കേട്ടോ. എന്നുവെച്ചാൽ ഇങ്ങനെയും ഫോം ചെയ്യാം, ഈ 4 വൺസും കൂടെയും ഗ്രൂപ്പ് ചെയ്യാം. പിന്നെ അപ്പോൾ റിഡൻഡൻസി ഒക്കെ വരും. അത് റിഡൻഡൻസി വന്നാൽ കുഴപ്പമൊന്നുമില്ല, എല്ലാ വൺസും ഓൾറെഡി ഗ്രൂപ്പ്ഡ് ആണെങ്കിൽ അത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതാണ് ഒരു പോസിബിൾ കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. പിന്നെ ഈ കോർണറിലെ ഈ വൺസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4 കോർണർ, അപ്പോൾ ഈ ഡോൺ കെയറും കൂടെ എടുത്തു 4 കോർണർ വൺസിനെയും ഗ്രൂപ്പ് ചെയ്തു. പിന്നെ അപ്പോൾ ഈ ഒരു 1 സെപ്പറേറ്റ് ആയി വന്നു. ഈ 1നെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി
ഈ രണ്ട് ഡോണ്ട് കെയർ വൺ, ഇങ്ങനെ ഈ 4 വൺസും കൂടെ ഗ്രൂപ്പ് ചെയ്തു. എന്നുവെച്ചാൽ മുകളിലത്തെ റോയിലെ 2 എണ്ണവും താഴത്തെ റോയിലെ 2 എണ്ണവും ഇത് കൂടെ ഗ്രൂപ്പ് ചെയ്തു. ഇതും കൂടെ ഗ്രൂപ്പ് ചെയ്തു. ഇങ്ങനെ ഗ്രൂപ്പിംഗ് പോസിബിൾ ആയി. ഇനി ഈ ഗ്രൂപ്പിന്റെ എന്താണ്, ഓഫ് കോഴ്സ് ഇതിന്റെ അഡ്രസ് എഴുതണം, ലേബൽ എഴുതണം. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ആദ്യമുള്ള ഈ റെക്ടാങ്കിൾ 4 എണ്ണം, ഈ ക്വാഡ് ഫോർമേഷന്റെ ലേബൽ എന്തായിരിക്കും? 4 എണ്ണം ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് തന്നെ ABCDയിലെ 2 വേരിയബിൾസ് പോയി കിട്ടും. 2 4 2 വേരിയബിൾസ് പോയി കിട്ടും. ഈ 4 എണ്ണത്തിനും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഒന്ന് റോ അഡ്രസ് നോക്കിയാൽ ഇറ്റ് ഈസ് A ബാർ, കോളം അഡ്രസ് നോക്കിയാൽ ഇറ്റ് ഈസ് D. സോ ഇതിന്റെ ഈ ഗ്രൂപ്പിങ്ങിന്റെ അഡ്രസ് ഇതെന്ന് പറയുന്ന A ബാർ D. ഇനി മനസ്സിലായില്ലേ? ഇത് A ബാർ D. ഓക്കെ, ഇനി ഇത് 4 കോർണർ വൺസ് ഗ്രൂപ്പ് ചെയ്താൽ അതിന്റെ ലേബൽ, ആ ഗ്രൂപ്പിന്റെ ലേബൽ എന്ന് പറഞ്ഞാൽ 4 കോർണർ വൺസ് ആവുമ്പം അതിന് കോമൺ ആയിട്ട് വരുന്ന ഈ റോ അഡ്രസ് നോക്കിയാൽ ഈ 2 റോസ് ആണ്, സോ B ബാർ. കോളംസ് ഈ 2 കോളംസ് ആണ്, സോ D ബാർ. സോ ഇറ്റ് ഈസ് B ബാർ D ബാർ. അപ്പൊ എത്ര ടേംസ് ആയി? ആദ്യത്തെ ടേം A ബാർ D പ്ലസ് B ബാർ D ബാർ. ഇനി ഈ അതിന്റെ ഗ്രൂപ്പിംഗ് ഇതും കൂടാണ്. സോ അതിന്റെ കോമൺ എന്ന് പറഞ്ഞാൽ B ബാർ C ബാർ. സോ 3 ടേം A ബാർ D, B ബാർ C ബാർ ആൻഡ് A ബാർ D ബാർ. സോറി, A ബാർ D ബാർ അല്ല, B ബാർ D ബാർ. ഓക്കെ, അപ്പോ നിങ്ങൾ ചിലർക്ക് പറ്റുന്ന ഇതാണ്. കാരണം എല്ലാ വൺസും വെച്ച് മാക്സിമം വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കുക. എന്നാലാണ് ഏറ്റവും സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രൂപ്പ്. ഇപ്പൊ നിങ്ങൾ ആദ്യമേ ഈ 4 വൺസും കൂടെ ഗ്രൂപ്പ് ചെയ്താലും നോക്കൂ, അതിലെ എല്ലാ വൺസും ഓൾറെഡി മറ്റ് വേറെ വല്ല ഗ്രൂപ്പിന്റെയും ഭാഗമാകുന്നതുകൊണ്ട് ആ ഗ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ A ബാർ B ബാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗ് റിഡൻഡന്റ് ആവും. റിഡൻഡന്റ് ആവുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിംഗ് റിമൂവ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവാം. സെക്കൻഡ് പ്രോബ്ലം ഇസ് ഇതായിരുന്നു, P of ABCD equal to pi 0 1 2 3 8 9 10 13 15 plus don't care 4 5 11 14. ഓക്കെ, ഈ പ്രോബ്ലം എഴുതിയെടുക്കൂ, ഇതെന്നിട്ട് പ്ലോട്ട് ചെയ്യൂ.
നോക്കൂ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. നിങ്ങൾ പ്ലോട്ട് ചെയ്തെങ്കിൽ ഈ പ്ലോട്ടിങ്ങുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, ശരിയില്ല എന്ന്. 5, 0, 1, 2, 3, 8, 9, 10, 13, 15 ആണ്. കാരണം പൈ വരുമ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് സെൽസിൽ സീറോസ് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 0, 1, 2, 3 ഇതിനൊക്കെ ഈ ഇത് വരുന്ന സെൽസിൽ നിങ്ങൾക്ക് ഈ സെല്ലിന്റെ ബൈനറി റെപ്രസെന്റേഷൻ എഴുതുമ്പോൾ ഈ സെല്ലിന്റെ ബൈനറി റെപ്രസെന്റേഷൻ ഈ ഓരോ സെല്ലിന്, കാരണം ലേബൽ ചെയ്യാൻ നമ്മൾ ഗ്രേ കോഡാണ് യൂസ് ചെയ്യുന്നത്. ലേബൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ സെല്ലിന്റെയും കറസ്പോണ്ടിങ് സെല്ലിന്റെ ലേബലിംഗ് അഡ്രസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. അതിന്റെ ബൈനറി ഇക്വലന്റ് എടുത്താൽ നിങ്ങൾക്ക് അറിയാം. ഇവിടെ എ ബാർ, ബി ബാർ, സി ബാർ, ഡി ബാർ ഇങ്ങനെ കിട്ടും. സോ അതിന് ഓക്കെ ഓക്കെ ഐ സീ ഹിയർ. എവിടെയായിരുന്നു അത്? യെസ്, ദിസ് വൺ. ഇത് നോക്കിയാൽ അറിയാം, ഇതാണ് കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ. ഇത് നോക്കിയാൽ ഇവിടെ, എന്നിട്ട് നമ്മൾ ഈ ബൈനറിക്ക് ഇക്വലന്റ് ഡെസിമൽ എഴുതി നോക്കിയാൽ ഇവിടെ 0, ഡെസിമൽ 0, 1, 2, 3, പിന്നെ 0, 1, 2, 3, ഇവിടെ 4, 5, 6, 7, 8, ഒരു റോ സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ 8, 9, 10, 11, ഇവിടെ 12, 13, 14, 15 അങ്ങനെ വരും. അത് ഓർത്ത് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്ത ഇങ്ങനെ സിഗ്മ, ഒരു ന്യൂമറിക്കൽ സിഗ്മ പൈ വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാപ്പ് ചെയ്ത് പോവാം. കാരണം ട്രൂത്ത് ടേബിൾ എഴുതി ഇതിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് വേ. ഇപ്പൊ അതാണ് നമ്മൾ വളയമില്ലാതെ ചാടുക എന്ന് പറയില്ല, അതുപോലെ വൺസ് നമുക്കത് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്ത്, ഫെമിലിയർ ആയാൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഈ അഡ്രസ് ഒക്കെ മനസ്സിൽ ഓർമ്മയുള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എക്സ്പ്രഷനിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ മാപ്പ് ചെയ്യാം. മാപ്പ് ചെയ്താൽ പ്രോബ്ലം ഒന്നും ഇല്ല, മാപ്പിംഗ് കറക്റ്റ് അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഓർത്താൽ, കാരണം ഇതിൽ വെച്ച് നമ്മൾ ഡെസിമൽ ഈക്വലൻ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Okay. ഓക്കെ, അത് വെച്ച് മാപ്പ് ചെയ്തുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഡോൺ കെയർ ടേംസ് 4, 5, 11, 14 ആണ്. സോ 4, 5, 11 and 14 ഡോൺ കെയർസ്. ഇനി എങ്ങനെ ഗ്രൂപ്പ് ചെയ്യും? ലോജിക്കൽ മെത്തേഡ് സെയിം തന്നെയാണ്. ഈ സീറോസ് ഉൾപ്പെടുന്ന മാക്സിമം ഗ്രൂപ്പിംഗ് ഉണ്ടാക്കുക എന്നുള്ളത്. സോ അത് എങ്ങനെ പോസിബിൾ ആണ്? ഇത് ഫുൾ 0, ഇവിടെ ഫുൾ ഈ ഡോൺ കെയറും കൂടെ. ഡോൺ കെയർ മീൻസ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് 0 or 1. ഇഫ് ഇറ്റ് ഹെൽപ്സ് ഇൻ വൺ ഗ്രൂപ്പിംഗ് നമ്മൾ ആ ഗ്രൂപ്പിന്റെ കൂടെ ചേർക്കും. ഇപ്പൊ ഈ കേസ്, ഇവിടുത്തെ കേസിലാണെങ്കിൽ ഈ ഡോൺ കെയറിനെ നമ്മൾ 1 ആയി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പിംഗ് ഉണ്ടാക്കിയത്. ഇവിടെ 1 ആയി കൺസിഡർ ചെയ്തിട്ട് ഗ്രൂപ്പിംഗ് ഉണ്ടാക്കിയത്. ഈ ഡോൺ കെയറിനെ നമ്മൾ ഈ കോമ്പിനേഷനിൽ നമ്മൾ കെയർ ചെയ്തേ ഇല്ല, അപ്പൊ 0 ആയിട്ട് എടുത്തു. പക്ഷെ ഇവിടെ നമ്മൾ സീറോസ് ആണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീറോസിന്റെ കൂടെ കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെ വെക്കും? ഇത് മീൻസ് ഇതിനെ ഇങ്ങോട്ട് എടുക്കണം. സോ ദിസ് ഫോംസ് 1, ഇതും so this forms an octet.
ഇത് രണ്ടും കൂടെ ഒരു ഒക്ടക്ട് ഫോം ചെയ്യും എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് 8. സോ ദാറ്റ് വിൽ റിമൂവ് 2�3 ആണ് 8. അതുകൊണ്ട് 3 വേരിയബിൾസ് റിമൂവ് ആവും. കോമൺ ആയിട്ടുള്ള ഏതാണ് വരിക? എനിവേ ഇത് മുഴുവൻ CD വേരിയബിൾ റിമൂവ് ആവും. പിന്നെ ഇവിടെ രണ്ടും A ഡിഫറിങ് ആണ്, ഇത് രണ്ടിൽ A റിമൂവ് ആവും. സോ ഇതിന്റെ അഡ്രസ് എന്ന് പറയുന്ന ഈ ഒക്ടക്ട് ഗ്രൂപ്പിന്റെ അഡ്രസ് B ബാർ ആയിരിക്കും. ഇനി നമുക്ക് ഈ 2 സീറോസ് ആണ് ഗ്രൂപ്പ് ചെയ്യാനുള്ളത്. ആ 2 സീറോസ് വെച്ച് ഫോം ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ എന്താന്ന് നോക്കും. മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ അതിന്റെ ഏതാണ്? ഇതാണ് അല്ലേ മാക്സിമം പോസിബിൾ. കാരണം ഇവിടെ വേക്കൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു 8ന്റെ കോമ്പിനേഷൻ പറ്റിയേനെ. അപ്പൊ മാക്സിമം പോസിബിൾ ഇതാണ്. ഇനി ഇതിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഇതിന്റെ കോമൺ ടേംസ് ഏതൊക്കെയാണ്? ഇവിടെ കോളത്തില് ഡിയും റോയില് എയും. സോ ഇതിന്റെ റെപ്രസെന്റേഷൻ വിൽ ബി A ബാർ പ്ലസ് ഡി ബാർ. സോ ഈ ക്വാഡ് 4 ഗ്രൂപ്പ് അതിന്റെ കറസ്പോണ്ടിങ് ലോജിക്കൽ എക്സ്പ്രഷൻ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ലോജിക്കൽ എക്സ്പ്രഷൻ ഈസ് A ബാർ പ്ലസ് D ബാർ. A ബാർ പ്ലസ് D ബാർ ഇൻറ്റു ഈ ഒക്ടറ്റിന്റെ ഫോർമേഷൻ, ഒക്ടറ്റിന്റെ റെപ്രസെന്റേഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? സോ അതിന്റെ കോമൺ ടേം ഇവിടെ വരുന്നത് B ബാർ ആണ്. സോ ദാറ്റ് ഈസ് ഇൻറ്റു ഈ പൈ ഫോർമേഷനില് 0 വരുന്നതിന് ആ ലിറ്ററൽ വെച്ചും 1 വരുന്നതിനാണ് കോംപ്ലിമെന്റ് എടുക്കുന്നത്. സോ ഇവിടെ 0 ആണ് വരുന്നത്. കാരണം B ബാർ 0 ഇവിടെ 0 0 1 അല്ല 1 0 സോ 0 ആണ് കോമൺ ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ B ആൻഡ് ദിസ് കോമ്പിനേഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ, അതിന് കോമൺ ആയിട്ട് വരുന്നത് എയും ഡിയും ആണ്. സോ ഇറ്റ് ഈസ് A ബാർ പ്ലസ് D ബാർ. Is it clear? So the P is equal to A bar plus D bar into B. So it is in POS form, product of sums, POS form. So this is the simplified expression after the grouping. Okay. I think now, is it clear? Clear ആയോ? ഇനി എന്തെങ്കിലും explanation വേണോ? Okay, if it is clear, then we can stop here and we'll continue with another topic in the next class. Okay. Okay, clear. Thank you, Ajib. Miss 36% ആണ് മിസ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്, ഡൗട്ട് ചോദിക്കാൻ. ശരി ഓക്കെ 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 താങ്ക് യു.